महाभारतं महाभारतम् यदा यदा हि धर्मस्य ग्लानिर्भवति भारत अभ्युत्थानमधर्मस्य तदात्मानं सृजाम्यहम् परित्राणाय साधूनां विनाशाय च दुष्कृतां धर्मसंस्थापनार्थाय സംഭവാമി യുഗേ യുഗേ. കാട്ടിൽ വെച്ച് നടന്ന സംഭവങ്ങൾ വീട്ടിലിരിക്കുന്ന ഗൃഹസ്ഥയായ ആ സ്ത്രീ തന്നോട് വിളിച്ചു പറഞ്ഞതോർത്ത് വളരെയധികം കുറ്റബോധത്തോടുകൂടിയാണ് ആ ബ്രാഹ്മണൻ വ്യാധനെ കാണാനായിട്ട് മിഥിലയിലേക്ക് പോയത്. ഇങ്ങനെ ഒരുപാട് കാടും മേടും കടന്ന് ജനക മഹാരാജാവ് വാണരുളുന്ന മിഥിലയിൽ ചെന്നെത്തി. ആ മിഥിലയിൽ എത്തിയപ്പോൾ പലരോടും ചോദിച്ചു ഈ ധർമ്മവ്യാധൻ എവിടെയാണ് എന്ന്. അവർ കാട്ടിക്കൊടുത്ത മാർഗത്തിലൂടെ നടന്ന് അവസാനം മാംസം വിൽക്കുന്ന തെരുവിലാണ് എത്തിയത്. അവിടെ മാൻ, പോത്ത് മുതലായ മൃഗങ്ങളുടെ മാംസം വിൽക്കുന്ന ആ വ്യാധനെ കണ്ടെത്തി. മാംസം വാങ്ങുവാൻ വരുന്നവരുടെ തിരക്ക് മൂലം ബ്രാഹ്മണൻ ഒരറ്റത്ത് ചെന്ന് നിന്നു. ആ ബ്രാഹ്മണൻ വന്നതറിഞ്ഞ ഉടനെ ഈ വ്യാധൻ പെട്ടെന്ന് എഴുന്നേറ്റ് ബ്രാഹ്മണൻ ഒറ്റക്ക് നിൽക്കുന്ന സ്ഥലത്തേക്ക് അദ്ദേഹത്തെ കാണുവാൻ ചെന്നു. ധർമ്മവ്യാധൻ പറഞ്ഞു, ഹേ ബ്രാഹ്മണോത്തമ, ഞാൻ അങ്ങയെ കൈകൂപ്പുന്നു. അങ്ങ് അന്വേഷിക്കുന്ന വ്യാധൻ ഞാനാണ്. ഇവർ തമ്മിൽ ഒരു സംഭാഷണവും നടന്നിട്ടില്ല. അതിനു മുൻപേ തന്നെ തൻ്റെ ജ്ഞാനം കൊണ്ട്, ത്രികാലജ്ഞാനം പോലെ ഒരു സിദ്ധി കൊണ്ട് അറിയുകയാണ് ഈ ബ്രാഹ്മണൻ എന്നെ കാണാനാണ് വന്നത് എന്ന്. അപ്പോൾ ഈ വ്യാധൻ ചോദിക്കുന്നു, ഞാൻ ഭവാന് എന്ത് ചെയ്യണം? മിഥിലയ്ക്ക് പോകുവാനായി ഭവാനോട് പതിവ്രത പറഞ്ഞതും ഭവാൻ ഇവിടെ വരുവാനുള്ള എല്ലാ കാരണവും ഞാൻ അറിഞ്ഞിരിക്കുന്നു. ഇതുകൂടെ കേട്ടപ്പോൾ ബ്രാഹ്മണന് അത്ഭുതമായി. നമ്മൾ ഓർക്കണം, ഒരു ഫോൺ പോലും ഇല്ലാത്ത ആ കാലത്താണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അതും രണ്ടുപേരും തികച്ചും സാധാരണക്കാരായ ആളുകൾ. ഒരാൾ ഗൃഹസ്ഥയായ സ്ത്രീ, ഇവിടെ ഇതാ മാംസം വെട്ടുന്ന ഒരു വ്യാധൻ. ഇത് രണ്ടാമത്തെ ആശ്ചര്യമായിരിക്കുന്നു എന്ന് ആ ബ്രാഹ്മണൻ വിചാരിച്ചു. അപ്പോൾ വ്യാധൻ ബ്രാഹ്മണനോട് പറയുകയാണ്, അങ്ങേക്ക് ഈ നിൽപ്പ് ചേർന്നതല്ല, ഇത് അങ്ങേക്ക് പറ്റിയ ഇടമല്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, അങ്ങക്ക് ഇഷ്ടമാണെങ്കിൽ, വിരോധമില്ലെങ്കിൽ എൻ്റെ ഗൃഹത്തിലേക്ക് പോകാം. അങ്ങനെ ആകട്ടെ എന്ന് വിപ്രൻ സന്തോഷത്തോടെ പറഞ്ഞപ്പോൾ വ്യാധൻ അവനെ മുമ്പിൽ നടത്തി തൻ്റെ ഗൃഹത്തിൽ ചെന്നെത്തി. ഈ വ്യാധന്റെ മനോഹരമായ ഗൃഹത്തിൽ ഇരുത്തി പൂജിച്ച് സത്കരിച്ചു. പിന്നെ സുഖമായിട്ടിരുന്ന് ആ വ്യാധനോട് ബ്രാഹ്മണൻ പറയുകയാണ്, ഹേ വ്യാധ, അങ്ങേക്ക് ഈ തൊഴിൽ യോജിച്ചതല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങ് ചെയ്യുന്ന ഈ ഘോരമായ കൃത്യം കണ്ടിട്ട് ഞാൻ വല്ലാതെ ദുഃഖിക്കുന്നു. അപ്പോൾ വ്യാധൻ പറഞ്ഞു, എൻ്റെ അച്ഛനും മുത്തച്ഛനും ചെയ്തു വന്ന കുലധർമ്മമാണ് ഇത്. ഞാനും ആ കുലധർമ്മത്തിൽ നിൽക്കുന്നത് കണ്ട് ഭവാൻ ദുഃഖിക്കരുത്. എനിക്ക് വിധി നിശ്ചയിച്ചതാണ് ഈ മാർഗം. ഇതെന്റെ സ്വധർമ്മമാണ്. ഞാൻ അത്ര മാത്രമേ ഇതിനെ കരുതുന്നുള്ളൂ. അതേസമയം ഞാൻ ശ്രദ്ധയോടുകൂടി വൃദ്ധരായ ഗുരുക്കളെ പൂജിച്ച് ജീവിക്കുന്നു. ഞാൻ സത്യമേ പറയുകയുള്ളൂ. ആരോടും എനിക്ക് ദേഷ്യമില്ല. എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ദാനം ചെയ്യും. ദേവതകൾക്കും അതിഥികൾക്കും ഭൃത്യന്മാർക്കും നൽകിയതിന് ശേഷമേ ഞാൻ ഭക്ഷണം കഴിക്കാറുള്ളൂ. ഞാൻ ആരെയും നിന്ദിക്കാറില്ല. ബലിഷ്ഠനായ ഒരാളോട് ഞാൻ ഗർവിക്കുകയില്ല. മുജ്ജന്മ കർമ്മം എന്തായിരുന്നോ അതിൻ്റെ ഒരു അനന്തരഫലമായിട്ടാണ് എനിക്ക് ഈ ജന്മത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നത്. അത് ഞാൻ അനുവർത്തിക്കുന്നു. അതിൽ എനിക്കൊരു പാപബോധവുമില്ല. നിന്ദ്യമായിട്ടുള്ളതാണ് ഞാൻ ചെയ്യുന്നത് എന്നും ഞാൻ ചിന്തിക്കുന്നില്ല. ഈ ബ്രാഹ്മണ,
മറ്റുള്ളവർ കൊന്ന പോത്ത്, പന്നി എന്നിവയെ ആണ് ഞാൻ വിൽക്കുന്നത്. ഞാനല്ല ഇവയെ കൊല്ലുന്നത്. മാത്രമല്ല, ഞാൻ ഇതൊരു കച്ചവട ബുദ്ധിയോടുകൂടെ മാത്രം ചെയ്യുന്നു. അതേസമയം ഞാൻ മാംസം കഴിക്കാറില്ല. ഞാൻ നിത്യവും ഉപവസിക്കാറുണ്ട്. രാത്രി മാത്രമേ ഞാൻ ഭക്ഷണം കഴിക്കാറുള്ളൂ. മനുഷ്യർ സ്ഥിരമായി ചീത്തയാണെന്ന് വിചാരിക്കരുത്. ശീലം കെട്ട മനുഷ്യനും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ശീലവാനായി ഭവിക്കാം. കൊലപാതകിയും കൂടി ധാർമ്മികനായിട്ട് വരും. ഇവിടെ വ്യാധൻ ഉപദേശിക്കുന്നതാണ് വ്യാധഗീത എന്ന് വളരെ പ്രസിദ്ധമായത്. മഹാഭാരതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഇതൊരു ഉപാഖ്യാനമാണെങ്കിലും മഹാഭാരതത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായതുകൊണ്ടാണ് ഇത് വിശദീകരിച്ച് പറയുന്നത്. പൊതുവെ നമ്മുടെയൊക്കെ പല ധാരണകളെയും മാറ്റുന്നതാണ് ഇദ്ദേഹത്തിന്റെ ഈ ഒരു ഉപദേശം. കാരണം പൊതുവെ നമുക്ക് ആധ്യാത്മികത എന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത്, പ്രധാനമായി ക്ഷേത്ര ദർശനമാണ്. അത് ഇനി എന്ത് തിരക്കാണെങ്കിലും ഉന്തിത്തള്ളിയാണെങ്കിലും നമ്മൾ എങ്ങനെയെങ്കിലും ഉള്ളിൽ കയറി ഭഗവാനെ തൊഴും. അങ്ങനെ തൊഴുതാൽ ഒരു സ്വർഗം കിട്ടിയ അനുഭൂതിയൊക്കെയാണ്. എന്നാൽ ഇവിടെ ഇതൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ ധർമ്മം, സ്വധർമ്മമാണ് നമ്മുടെ ആരാധന, സാധന. അത് വളരെ വൃത്തിയായി നമ്മൾ ചെയ്താൽ മാത്രം മതി. നമുക്ക് എല്ലാതരം സിദ്ധിയും അതിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഇതാണ് വ്യാധഗീതയുടെ കാതലായ ഭാഗം. അവിടെ സമയമില്ല എങ്കിൽ നാമം ജപിക്കണമെന്നോ ഒരു തരത്തിലുള്ള സാധന ചെയ്യണമെന്നോ ഒന്നുമല്ല പറയുന്നത്. നിങ്ങളുടെ കർമ്മം, ഒരു ഗൃഹസ്ഥനാണെങ്കിൽ നിങ്ങളുടെ അച്ഛനമ്മമാരെ നന്നായി പൂജിക്കുക, ഭാര്യ ഭർത്താവിനെ നന്നായി പൂജിക്കുക, മക്കളെ നന്നായി നോക്കുക. അതുപോലെ ഒരു ഗൃഹസ്ഥൻ വീട്ടിലുള്ള എല്ലാവരെയും നന്നായി നോക്കുക. ഇങ്ങനെ നമ്മുടെ ദൈനംദിന കർമ്മങ്ങൾ ധാർമ്മികമായി അനുഷ്ഠിച്ചാൽ മാത്രം മതി. അതാണ് യഥാർത്ഥ സ്പിരിച്വാലിറ്റി. ശരിക്കും അതാണ്, ആ വഴിയാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ധർമ്മവ്യാധൻ. അപ്പോ ഇദ്ദേഹം ബ്രാഹ്മണനെ ഉപദേശിക്കുകയാണ്, മർത്യർക്ക് ദാനമില്ലാതെ ഗുണം ലഭിക്കുന്നതല്ല. അതാണ് ഏറ്റവും പ്രധാനം. നിങ്ങളുടെ കഴിവിനനുസരിച്ച് ദാനം ചെയ്യുക. അത് പണം മാത്രമല്ല ദാനം ചെയ്യാൻ സാധിക്കുന്നത്. നമുക്ക് സമയമുണ്ടെങ്കിൽ ആ സമയം ദാനം ചെയ്യാം. ഏതെങ്കിലും രീതിയിൽ ഒറ്റപ്പെടുന്നവർക്ക് ഒരു ദാനം, നമ്മുടെ സമയമാണ് നമ്മൾ ദാനം ചെയ്യുന്നത്, അവരുടെ കൂടെ കുറച്ചു നേരം ഇരിക്കുക, അതൊരു വലിയ കാര്യമാണ്. ഇങ്ങനെ വേണമെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തിലുണ്ട്. പക്ഷെ അത്തരം കാര്യങ്ങളിൽ ഒന്നും ശ്രദ്ധ വയ്ക്കാതെ അവനവന്റെ ഒരു ഇഷ്ടത്തിനായിട്ട് എനിക്ക് നന്മ വരണം എന്ന് മാത്രം ചിന്തിച്ചുള്ള ക്ഷേത്ര ദർശനമോ വഴിപാടുകളോ ഒന്നും തന്നെ ഒരു യഥാർത്ഥ ആധ്യാത്മികതയല്ല. നിസ്വാർത്ഥമായ സേവനമാണ് യഥാർത്ഥ ആധ്യാത്മികത, സാധന. ഇനി പറയുന്നു, ധർമ്മം കൈവിടരുത്, പാഴ്വാക്ക് പറയരുത്. പറയാതെ തന്നെ മറ്റുള്ളവരുടെ ഇഷ്ടം അറിഞ്ഞു പ്രവർത്തിക്കണം. കാമം, ദ്വേഷം, വാശി, ഭയം ഇവ കൊണ്ട് തൻ്റെ ധർമ്മം ഉപേക്ഷിക്കരുത്. പ്രിയ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അധികമായി സന്തോഷിക്കരുത്. അതേപോലെ തന്നെ അപ്രിയ കാര്യങ്ങളിൽ അമിതമായി ദുഃഖിക്കുകയും അരുത്. ധനസംബന്ധമായ ബുദ്ധിമുട്ട് വരുമ്പോൾ ഉഴലരുത്. ധർമ്മം തെറ്റുകയും ചെയ്യരുത്. ഒരു കർമ്മം വേണ്ട ദിക്കിൽ മറ്റൊരു കർമ്മം നടത്തരുത്. പകരമായിട്ട് ഒരു കർമ്മം ചെയ്യരുത്. ആത്മാവ് ശുഭമാണ് എന്ന് ചിന്തിക്കുന്നതിൽ മനസ്സ് വയ്ക്കണം. നമ്മോട് ആരെങ്കിലും കുറ്റം ചെയ്താൽ അതിനെതിരായിട്ട് മറ്റൊരു കുറ്റം ചെയ്യരുത്. എന്നും സാധുവായി ജീവിക്കണം. പാപം ചെയ്യുവാൻ മനസ്സിൽ കരുതുന്നവൻ പോലും പാപിയാണ്. അവൻ ആത്മഹതനാണ്, സ്വയം കൊല്ലപ്പെട്ടവനാണ്. അധർമ്മം ചെയ്ത് ദുഃഖിക്കുന്ന ദുഷ്ടന്റെ കാര്യം കള്ളന്റെ മട്ടിലാണ്. ധർമ്മമില്ലെന്ന് പറഞ്ഞ് നല്ല ജനങ്ങളെ നിന്ദിക്കുന്നവൻ
ധർമ്മശ്രദ്ധ വെടിഞ്ഞ കള്ളനാണ്, അവൻ നശിക്കുക തന്നെ ചെയ്യും. ഇനി അഥവാ ഒരു തെറ്റ് ചെയ്തു പോയാൽ അതിൽ ഹൃദയപൂർവം മനസ്താപം ചെയ്യുക, പശ്ചാത്തപിച്ചാൽ ആ ചെയ്ത തെറ്റിന്റെ പാപം വിട്ടൊഴിഞ്ഞു പോകുന്നതാണ്. പക്ഷെ അതില്ലാത്തതാണ് പലർക്കും പ്രശ്നമാകുന്നത്. ഒരു തെറ്റ് ചെയ്താൽ നമ്മൾ തന്നെ അതിനെ ന്യായീകരിക്കുകയാണ് ചെയ്യാറ്. അതാണ് അതിലും വലിയ തെറ്റ്. ഇനി ഞാൻ തെറ്റ് ചെയ്യുന്നതല്ല എന്ന് മനസ്സിൽ ഉറപ്പിക്കുകയും വേണം, വീണ്ടും ആ തെറ്റ് ചെയ്യാതിരിക്കുകയും വേണം. ഏത് കർമ്മം കൊണ്ടാണോ പാപമുണ്ടായത് അത് കർമാനുഷ്ഠാനം കൊണ്ട് പരിഹരിക്കാം, അതിനുള്ള വഴിയുണ്ട്. പാപം ചെയ്തതിന് ശേഷം അത് ഞാനല്ല ചെയ്തത് എന്ന് ഉള്ളിൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ CCTV പോലെ നമ്മുടെയൊക്കെ കർമ്മങ്ങൾ നിരന്തരം വീക്ഷിക്കാൻ ദേവന്മാരും എന്തിന് നമ്മുടെ ഉള്ളിലെ അന്തരാത്മാവായ ഈശ്വരനും ഉണ്ട് എന്ന് മറന്നു പോവരുത്. നമുക്ക് പുറമേ ഉള്ളവരെ പറ്റിക്കാം, പക്ഷേ നമ്മുടെ ഉള്ളിലെ ഈശ്വരനെ നമുക്ക് പറ്റിക്കാൻ സാധിക്കില്ല. ഇനി ഒരു പക്ഷേ അതുവരെ നന്നായി ജീവിച്ച ഒരാൾ പാപം ചെയ്തു പോയി എന്ന് വെച്ച് അതോടെ ഞാൻ പാപിയായി എന്ന് സ്വയം നിന്ദിക്കരുത്. മറിച്ച് എന്തോ ഒരു യോഗത്താൽ ഞാൻ ഇങ്ങനെ ചെയ്തു പോയി എന്ന് കരുതിയിട്ട് അതിൽ നിന്ന് മാറാൻ കൂടുതൽ ശുഭകർമ്മങ്ങൾ ചെയ്യണം. നിരന്തരം ചെയ്യുന്ന ശുഭകർമ്മം നിങ്ങൾ ചെയ്ത പാപത്തെ നീക്കം ചെയ്യുന്നതാണ്. മഴക്കാറ് പോയി തിങ്കൾ അഥവാ ചന്ദ്രൻ തെളിയുന്നത് പോലെ പാപം പോയ മർത്യൻ തെളിയും. ശുഭകർമ്മം ചെയ്യുന്നവൻ ഇരുട്ടു നീക്കി തെളിയുന്ന സൂര്യനെ പോലെ പാപങ്ങളൊക്കെ നീങ്ങി തെളിയുന്നതാണ്. ഈ പാപം ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് ലോഭമാണ്. അധികം ജ്ഞാനമില്ലാത്ത ലുബ്ധന്മാരാണ് പാപത്തിൽ ഏർപ്പെടുന്നത്. ഇനി ഓരോ ഗൃഹസ്ഥനും പ്രധാനമായി ചെയ്യേണ്ടത് ഗുരു ശുശ്രൂഷയാണ്. അതായത് അവനവന്റെ അച്ഛനമ്മമാരെ ശുശ്രൂഷിക്കുക. സത്യം, ക്രോധമില്ലായ്മ, ദാനം, ഇങ്ങനെ 4 നിത്യമായ ശിഷ്ട ആചാരം. ഗുരു ശുശ്രൂഷ, സത്യം, ക്രോധമില്ലായ്മ, ദാനം ചെയ്യുക. ഇത് മാത്രം ചെയ്താൽ മതി സത്യത്തിൽ. ഇനി ഈ ആധ്യാത്മികമായ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്ന ധർമ്മവ്യാധൻ എന്ന് പേരുള്ള ഇദ്ദേഹം എന്തിനാണ് മാംസം വിൽക്കുന്നത് എന്നാണല്ലോ ബ്രാഹ്മണൻ ആദ്യം ചോദിച്ചത്. അപ്പോൾ ഈ വ്യാധൻ പറയുകയാണ്, ഹേ വിപ്ര, അങ്ങ് പറഞ്ഞുവല്ലോ ഇത് ഘോരമായ കർമ്മമാണെന്ന്. ശരിയാണ്, ഞാൻ സമ്മതിക്കുന്നു, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇതെന്റെ മുജ്ജന്മ കർമ്മ ഫലമാണ്, എനിക്കിതിനെ മാറ്റുവാൻ സാധിക്കില്ല. ഞാൻ ചെയ്ത ഈ കർമ്മദോഷത്തിന്റെ ഫലം കളയുവാൻ ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. എൻ്റെ ശീലാചാരങ്ങൾ മുൻനിർത്തിയാണ് ഞാൻ ഈ ദോഷത്തെ മറികടക്കാൻ ശ്രമിക്കുന്നത്. മാത്രമല്ല, അങ്ങ് ചിന്തിക്കുക, വിധി മുൻപേ കൊന്ന ജീവിയുടെ കാര്യത്തിൽ ഘാതകനായ ഈ ഞാൻ ഒരു നിമിത്തം മാത്രമാണ്. ആയുസ് അവസാനിക്കുമ്പോൾ ഒരു നിമിത്തം എത്തുന്നു എന്ന് മാത്രം. ഈ കർമ്മത്തിന് ഞാൻ അപ്രകാരം ഒരു നിമിത്തം മാത്രമാണ്. മാത്രമല്ല, ഇവിടെ പറയുന്നു, വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തി ഭക്ഷിക്കുകയാണെങ്കിൽ ഈ മാംസഭക്ഷണം, അത് കഴിക്കുന്നതും മാംസം കഴിക്കുന്നതും ധർമ്മമാകുമെന്നാണ്. എങ്ങനെയെന്നാൽ, ഭക്ഷണം ആദ്യമായി പിതൃദേവ അതിഥികൾക്കും ഭൃത്യർക്കും നൽകിയിട്ട് ഭക്ഷിക്കുകയാണെങ്കിൽ അതും ധർമ്മമായി പരിണമിക്കുന്നു. ഇനി പണ്ടൊക്കെ ബ്രാഹ്മണർ നിത്യവും യജ്ഞത്തിൽ പശുക്കളെ വധിക്കുന്നു. മന്ത്രം കൊണ്ട് അവയെ ശുദ്ധരാക്കുന്നതിനാൽ ഈ പശുക്കൾ പിന്നീട് സ്വർഗത്തിലെത്തുന്നു എന്നാണ് പറയുന്നത്. അതേസമയം പണ്ടേ അഗ്നികൾ മാംസകാംക്ഷികളായിരുന്നില്ലെങ്കിൽ ഇന്ന് മാംസം ആരും ഭക്ഷിക്കുകയില്ലായിരുന്നു ദ്വിജോത്തമ. മുജ്ജന്മത്തിൽ ചെയ്ത കർമ്മം ഒരു ദേഹിയെ വിട്ടുപോകുന്നതല്ല. അങ്ങനെ എൻ്റെ മുജ്ജന്മ കർമ്മഫലമായിട്ട് വിധി നിശ്ചയിച്ച ഈ കർമ്മത്തെ ഞാൻ നിഷ്കാമമായി ചെയ്യുന്നു. ഇതിൽ ഞാൻ ആസക്തനാകുന്നില്ല, എന്നാൽ ഇതിനെ ഞാൻ വെറുക്കുന്നുമില്ല. ജീവജാലം നിറഞ്ഞതാണ് ഈ ആകാശവും ഭൂമിയും. അനവധി ജീവികൾ നാം അറിയാതെ നമ്മളാൽ കൊല്ലപ്പെടുന്നുണ്ട്. പണ്ടുള്ളവർ അഹിംസ എന്ന് വിസ്മയത്തോടെ പറഞ്ഞില്ലേ?
ജീവഹിംസ ചെയ്യാത്ത ഒരൊറ്റ മനുഷ്യനെങ്കിലും ഉണ്ടോ ഈ ലോകത്തിൽ? അതായത് ഒരു പ്രാണിയെയും കൊല്ലാത്ത ഒരു മനുഷ്യനും ഈ ലോകത്തിലില്ല. ഞാൻ വളരെ ഇതിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. ഹിംസിക്കാത്ത ഒരുത്തനെയും ഞാൻ കാണാറില്ല. യതികൾ അഹിംസാ തൽപരന്മാരാണ്, എന്നാൽ അവരും ഹിംസ ചെയ്യുന്നുണ്ട്. ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും, ഹിംസയെ ചുരുക്കാൻ സാധിക്കും. പരമാവധി ശ്രദ്ധയോടെ ഇരുന്നാൽ ആ ഹിംസ ചുരുക്കാൻ സാധിക്കും എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ പൂർണ്ണമായി ഒഴിവാക്കാൻ സാധിക്കില്ല. ധർമ്മത്തിന്റെ ഗതി വളരെ സൂക്ഷ്മമാണ്. പ്രാണൻ നശിക്കുമെന്ന് വരുമ്പോൾ രക്ഷ കിട്ടുമെങ്കിൽ നുണ പറയാം. അതുപോലെ വിവാഹം നടത്തുന്നതിന് വേണ്ടിയും നുണ പറയാം എന്ന് ഇവിടെ പറയുകയാണ്. ചില അനൃതം കൊണ്ട് സത്യമുണ്ടാകും, എന്നാൽ ചില സത്യം കൊണ്ട് അനൃതവും വന്നുപെടും. ചില സമയത്ത് നമ്മൾ ആത്മാർത്ഥമായി കർമ്മം ചെയ്താലും അതിന് ഫലം കിട്ടാത്തതായിട്ട് അങ്ങ് കാണുന്നില്ലേ? ചിലർ ഭൂതങ്ങളെയൊക്കെ ഹിംസിക്കുവാൻ മുതിരുന്നു, ലോകവഞ്ചകനാവുകയും ചെയ്യുന്നു. പക്ഷേ നമ്മൾ കാണുന്നത് അവൻ സുഖമായി ജീവിക്കുന്നതാണ്. എന്നാൽ ചിലർ യാതൊരു പ്രയത്നവും ചെയ്യാതിരിക്കുന്നു, എന്നിട്ടും അയാളിൽ ധാരാളം ധന ഐശ്വര്യങ്ങൾ വന്നു ചേരുന്നു. വേറെ ഒരുത്തൻ നിരന്തരം പണിയെടുക്കുന്നു, പക്ഷെ കിട്ടേണ്ടത് കിട്ടുന്നുമില്ല. ചിലർ യജ്ഞം ചെയ്ത് നല്ല മക്കൾ ഉണ്ടാവാൻ ആഗ്രഹിക്കുന്നു, എന്നാൽ അവന്റെ ഭാര്യ പ്രസവിച്ചുണ്ടാകുന്ന സന്താനം ആ വംശത്തിന്റെ തന്നെ നാശകനായിത്തീരുന്നു. വേറെ ചിലർക്ക് മംഗളകർമ്മം കൊണ്ട് ധനധാന്യങ്ങളും അച്ഛൻ നേടിത്തന്ന ഭാഗ്യവും ചേർന്ന് വർദ്ധിച്ച് ഉണ്ടായി വരുന്നു. രോഗങ്ങളും മനുഷ്യർക്കുണ്ടാകുന്നത് അവനവൻ ചെയ്ത മുജ്ജന്മ ഫലം കൊണ്ടാണ്. ചിലർക്ക് ഉണ്ണാനും ഉടുക്കാനും ഒരുപാടുണ്ടാകും, എന്നാൽ ചില ആളുകൾക്ക് ഉണ്ണാനുണ്ടെങ്കിലും പല കാരണത്താൽ ഭക്ഷണം ഉപേക്ഷിക്കേണ്ടി വരുന്നു. അസുഖം കൊണ്ട് അല്ലെങ്കിൽ തടി കൂടിയിട്ട് അതൊന്ന് നിയന്ത്രിക്കാനായിട്ട് ഭക്ഷണം കഴിക്കാനുള്ളവരാണ് ഏറ്റവും കൂടുതൽ ഡയറ്റ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് ഈ ലോകത്തിലെ വിരോധാഭാസം. എന്നാൽ ഒരിടത്ത് ഒരു നേരത്തെ ഭക്ഷണത്തിനായിട്ട് ആളുകൾ മുറവിളി കൂട്ടുന്നു. ഇപ്രകാരം ജനങ്ങൾ നിസ്സഹായരായി ശോകമോഹാർത്തരായി വലുതായ കർമ്മപ്രവാഹത്തിൽപ്പെട്ട് ഒഴുകുകയാണ്. വിചാരിച്ച കാര്യം എല്ലാവർക്കും എപ്പോഴും സാധിക്കുമെങ്കിൽ ഇവിടെ ആരും മരിക്കുകയില്ല, ജരയുണ്ടാവുകയില്ലായിരുന്നു. ലോകത്തിന്റെ മീതെ പലതും ചെയ്യുവാൻ എല്ലാവരും കരുതും. പക്ഷേ നമ്മൾ എങ്ങനെയൊക്കെ പ്രവർത്തിച്ചാലും കിട്ടാൻ യോഗമുള്ളതേ നമുക്ക് കിട്ടുകയുള്ളൂ. പലരും തുല്യ നക്ഷത്ര ലഗ്നന്മാരായി പിറന്നാലും ജാതകം ഒരേ ഗ്രഹനിലയോടുകൂടി ഇരുന്നാലും അവർ അനുഭവിക്കുന്ന ഫലം കർമ്മസന്ധിയിൽ വളരെയധികം മാറിക്കാണുന്നു. പിന്നീട് ഭഗവത്ഗീതയിലെ വലിയ തത്വം പറയുകയാണ്, ഉടൽ മാറുമ്പോൾ ജീവൻ നശിക്കുകയില്ല, മരണം എന്ന ആ വാദമേ തെറ്റാണ്. ആത്മാവിന് മരണമില്ല, ജീവൻ ഒരു ദേഹം വിട്ട് മറ്റൊരു ദേഹത്തിലേക്ക് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. താൻ ചെയ്ത കർമ്മത്തിന്റെ ഫലം താൻ തന്നെ അനുഭവിക്കും, അതിന് യാതൊരു നാശവും സംഭവിക്കുകയില്ല. തന്റെ കർമ്മത്തെ തന്നെ പിന്തുടരുന്ന മർത്യൻ അവനവന്റെ കർമ്മത്തിന്റെ പരിഭാഗം പോലെ പിറക്കുന്നതാണ്. ഒരാൾ ജീവിക്കുന്ന സാഹചര്യം പോലും അവന്റെ മുജ്ജന്മ കർമ്മഫലം അനുസരിച്ചാണ്. വീണ്ടും ഒരുപാട് ഉപദേശങ്ങൾ കൊടുത്തതിന് ശേഷം ഈ വ്യാധൻ പറയുകയാണ്, ഹേ ബ്രാഹ്മണ, എനിക്ക് ധർമ്മം പ്രത്യക്ഷമാണ്. എന്തുകൊണ്ടാണ് എനിക്ക് ഈ സിദ്ധി കിട്ടിയതെന്ന് ഞാൻ പറയാം. ധർമ്മജ്ഞനായ ഭവാൻ എഴുന്നേറ്റ് എൻ്റെ ഗൃഹത്തിനുള്ളിലേക്ക് വന്ന് എൻ്റെ മാതാപിതാക്കളെ കണ്ടാലും എന്ന് പറഞ്ഞ് ബ്രാഹ്മണൻ എഴുന്നേറ്റു. അവർ രണ്ടുപേരും കൂടെ അകത്തേക്ക് കടന്നു. ബ്രാഹ്മണൻ വളരെ വിചിത്രമായ അവന്റെ മാളിക കണ്ടു. വളരെ ഭംഗിയുള്ള ഒരു നാലുകെട്ട്, ദേവാലയം പോലെ പവിത്രമായി ശോഭിക്കുന്നു. ഇങ്ങനെ ഇരിക്കുന്ന ആ ഗൃഹത്തിൽ പീഠങ്ങളിൽ ശുഭ്രമായ വസ്ത്രം ചാർത്തി പൂജയേറ്റ്, അതായത് നമ്മൾ ആദരിക്കുന്ന ഗുരുക്കന്മാർ നമ്മുടെ വീട്ടിൽ വന്നാൽ എങ്ങനെയാണോ അവരെ പൂജിച്ചിരുത്തുന്നത്, ഇതേപോലെ സ്വന്തം അച്ഛനമ്മമാരെ വിശിഷ്ടമായ പീഠത്തിൽ ഇരുത്തി പൂജിക്കുകയാണ് ഈ വ്യാധൻ ചെയ്യാറുള്ളത്. അവരെ എല്ലാ അർത്ഥത്തിലും ഈശ്വരനായി കണ്ട് ആരാധിക്കുന്നു.
അവർക്ക് വിശിഷ്ടമായ ശയ്യ ഒരുക്കി കൊടുക്കുന്നു. അങ്ങനെ അച്ഛനമ്മമാർ ഇരിക്കുന്നത് കണ്ട ആ ധർമ്മവ്യാധൻ അവരുടെ കാൽക്കൽ നമസ്കരിച്ചു. പിന്നീട് വ്യാധൻ ആ ബ്രാഹ്മണനോട് പറയുകയാണ്, എന്റെ ദൈവം എന്റെ അച്ഛനമ്മമാരായ ഇവരാണ്. ദേവകൾക്ക് ചെയ്യേണ്ടത് ഞാൻ ഇവർക്ക് ചെയ്യുന്നു. ഇന്ദ്രാദി 33 ദേവന്മാർ എങ്ങനെയാണോ എല്ലാവർക്കും പൂജ്യരാകുന്നത്, അപ്രകാരം ഈ വൃദ്ധരായ എന്റെ മാതാപിതാക്കൾ എനിക്ക് പൂജ്യരാകുന്നു. ഞാൻ ഇവർക്ക് ഇളവ് കൂടാതെ ഉപഹാരങ്ങൾ നൽകുന്നു. ഇവരാണ് എൻ്റെ പരദൈവങ്ങൾ. ഇവരാണ് എനിക്ക് മുനീന്ദ്രന്മാർ. വാഴ്ത്തപ്പെടുന്ന അഗ്നികളും ഇവരാണ്. യജ്ഞങ്ങളും 4 വേദങ്ങളും എനിക്കിവരാണ്. ഇവർക്കു വേണ്ടിയാണ് എൻ്റെ പ്രാണനും ഭാര്യയും പുത്രന്മാരും. എൻ്റെ സുഹൃജനങ്ങളോടും പുത്രഭാര്യമാരോടും കൂടി ഞാൻ ഇവരെ പൂജിക്കുന്നു, ശുശ്രൂഷിക്കുന്നു. ഇവരെ ഞാൻ കുളിപ്പിക്കുന്നു, കാൽ കഴുകിക്കുന്നു, മതിയാകുവോളം ആഹാരവും കൊടുക്കുന്നു. ഇവരോട് അനുകൂലമല്ലാതെ അപ്രിയമായി ഒരു വാക്ക് ഞാൻ ഉച്ചരിക്കാറില്ല. ഇനി അവർ പറയുന്നത് എന്തെങ്കിലും അധർമ്മമായാലും ഞാൻ അവരുടെ ഇഷ്ടമറിഞ്ഞു ചെയ്യും. ധർമ്മം ഗുരുവാണെന്ന് കണ്ട് ഇളവ് കൂടാതെ ശുശ്രൂഷിച്ചു വരുന്നു. ഓരോ മനുഷ്യനും 5 ഗുരുക്കന്മാരുണ്ട്. അച്ഛൻ, അമ്മ, അഗ്നി, ആത്മാവ്, ആചാര്യൻ. ഇവരാണ് ആ 5 പേർ. ഇവരിൽ നല്ലതുപോലെ വർത്തിക്കുന്നതാകയാൽ ഹേ ദ്വിജോത്തമ, അവന് എല്ലാ അഗ്നികളും പ്രസാദിക്കുന്നതാണ്. അഗ്നി കൊണ്ട് അനുഷ്ഠിക്കേണ്ട സത്കർമ്മങ്ങൾ അനുഷ്ഠിച്ച ഫലം ലഭിക്കും. ഒരു ഗൃഹസ്ഥാശ്രമിക്ക് ഇത് ശാശ്വതമായ ധർമ്മമാകുന്നു. ഇനി വ്യാധൻ പറയുകയാണ്, അങ്ങയെ ഇങ്ങോട്ടയച്ച ആ പതിവ്രതാരത്നവും ഇതേപോലെ തൻ്റെ ഭർത്താവിനെ ശുശ്രൂഷിക്കുന്നു എന്ന ഒറ്റ കാരണത്താലാണ് അവളും ഒരു സിദ്ധയായത്. അവൾക്ക് ഇവിടെ ഇരിക്കുന്ന എന്നെക്കുറിച്ച് അറിയാൻ സാധിച്ചതും അതുകൊണ്ടാണ്. അപ്പോൾ ഗൃഹസ്ഥരായ നമുക്കുള്ള ഏറ്റവും വലിയ സാധന നമ്മുടെ കൂടെ ജീവിക്കുന്നവരെ നന്നായി നോക്കുക എന്നതാണ്. അവരെ ശുശ്രൂഷിക്കാതെ അവരിൽ ദ്വേഷം കാണിച്ച് അവരെ ദ്വേഷിക്കുന്ന ഒരാൾ ഇനി ഏത് മഹാക്ഷേത്രത്തിൽ പോയിട്ടും ഒരു കാര്യവും ഇല്ല. അതുകൊണ്ട് എൻ്റെ അച്ഛനമ്മമാരെ നോക്കുന്നത് കൊണ്ട് എനിക്ക് എവിടെയും പോകാൻ സാധിക്കുന്നില്ല, അമ്പലങ്ങളിലൊന്നും പോകാൻ സാധിക്കുന്നില്ല എന്ന് ഒരാളും വിഷമിക്കരുത്. കാരണം നിങ്ങൾ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ സാധന. അതിന് ഏത് ക്ഷേത്രത്തിൽ പോയാലും ലഭിക്കുന്നതല്ല എന്ന് എപ്പോഴും ഓർമ്മിക്കുക. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഉപദേശിച്ചു കൊടുത്തതിന് ശേഷം വ്യാധൻ പറയുകയാണ്, അങ്ങയുടെ മാതാപിതാക്കളെ നിരാകരിച്ചിരിക്കുകയാണ്. അങ്ങ് ഗൃഹം വിട്ടുപോകുന്നത് അവർ അനുവദിച്ചിട്ടല്ല. വൃദ്ധരായ അവരുടെ സമ്മതം കൂടാതെയാണ് നീ വേദം പഠിക്കുവാനായി നാടുവിട്ടത്. ഭവാൻ ആ ചെയ്തത് യുക്തമായില്ല. വൃദ്ധരും തപസ്വികളുമായ അവർ നീ പോന്നത് കാരണം നിന്നെ തന്നെ ചിന്തിച്ച് ദുഃഖിച്ച് അന്ധരായി കഴിയുകയാണ്. അവരുടെ പ്രസാദത്തിനായി ഭവാൻ പോവുക. ഭവാന് ധർമ്മത്തിൽ തെറ്റുപറ്റരുത്. അങ്ങ് തപസ്വിയും മഹാത്മാവും ധർമ്മ തൽപരനുമാണ്. ഉടനെ ചെന്ന് അവരെ പ്രസാദിപ്പിച്ചില്ലെങ്കിൽ ഈ ഗുണങ്ങളെല്ലാം നിഷ്ഫലമായി പോകും. ഞാൻ പറഞ്ഞ വാക്യം ശ്രദ്ധയോടെ കേട്ട് അത് അനുഷ്ഠിക്കുക, മറിച്ച് ചെയ്യരുത്. ഹേ ബ്രാഹ്മണ, ഭവാൻ ഇപ്പോൾ പൊയ്ക്കൊള്ളുക. ഭവാന്റെ ശ്രേയസ്സിനു വേണ്ടി ഞാൻ ആശംസിക്കുന്നു. അങ്ങനെ ബ്രാഹ്മണൻ പറഞ്ഞു, അങ്ങ് എന്നെക്കുറിച്ച് പറഞ്ഞതെല്ലാം സത്യമാണ്. അതും അറിയാൻ സാധിച്ചു എന്നാണ് ഈ ധർമ്മവ്യാധന്. മാതാപിതാക്കളെ മടികൂടാതെ പൂജിക്കുക. അതിലും മേലെയായി ഞാൻ മറ്റൊരു ധർമ്മത്തെയും കാണുന്നില്ല. അപ്പോൾ ബ്രാഹ്മണൻ പറഞ്ഞു, ഞാൻ അങ്ങയെ ആദരിക്കുന്നു. നിന്റെ വാക്ക് കേട്ട് എൻ്റെ തെറ്റ് ഞാൻ മനസ്സിലാക്കുന്നു. എൻ്റെ മാതാപിതാക്കളെ ശുശ്രൂഷിക്കാൻ ഞാനിതാ പോവുകയാണ്. അതേസമയം ബ്രാഹ്മണൻ ചോദിക്കുകയാണ്, ഇത്രയും ജ്ഞാനിയായ അങ്ങ് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു നീചയോനിയിൽ, അതായത് ശൂദ്രനായി ജനിച്ചത്? അങ്ങ് ശൂദ്രനായി പിറന്നത്
എന്ത് കാരണം കൊണ്ടാണെന്ന് അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. അപ്പോൾ വ്യാധൻ പറഞ്ഞു, എൻ്റെ മുജ്ജന്മത്തിലെ കഥ കേൾക്കുക. മുജ്ജന്മത്തിൽ ഞാനൊരു ദ്വിജശ്രേഷ്ഠന്റെ പുത്രനായിരുന്നു. വേദാധ്യായിയും വേദാംഗങ്ങൾ അറിഞ്ഞവനും ആയിരുന്നു. അതേസമയം എനിക്കിഷ്ടനായി ഒരു രാജാവുണ്ടായിരുന്നു. ആ രാജാവിന്റെ കൂടെ ഒരിക്കൽ ഒരു നായാട്ടിന് പോയപ്പോൾ ഞാൻ ഒരു അമ്പെയ്തു. മാനാണെന്ന് വിചാരിച്ചാണ് അമ്പെയ്തത്. പക്ഷേ ആ അമ്പ് കൊണ്ടത് ഒരു ഋഷിക്കായിരുന്നു. അങ്ങനെ ആ ഋഷിയുടെ ശാപം കാരണമാണ് ഞാൻ ഇങ്ങനെ ആയത്. അപ്പോൾ ഋഷി പറഞ്ഞു, ശാപം ഒരിക്കലും മാറ്റുവാൻ കഴിയുകയില്ല. പക്ഷേ ശൂദ്രജാതിയിലായാലും നീ വലിയ ധർമ്മജ്ഞനായി ഭവിക്കും. നിന്റെ അച്ഛനമ്മമാരെ നല്ലതുപോലെ ശുശ്രൂഷിക്കുകയും ചെയ്യും. അതിന് സംശയമില്ല. ആ ശുശ്രൂഷ കൊണ്ട് മാത്രം നീ സിദ്ധി മാഹാത്മ്യം നേടുന്നതാണ്. നിനക്ക് മുജ്ജന്മം ഓർമ്മയുണ്ടാകും. സ്വർഗത്തിൽ അണയുകയും ചെയ്യും. ശാപക്ഷയം വന്നാൽ നീ വീണ്ടും ബ്രാഹ്മണനാകുന്നതാണ്. പിന്നീട് ആ വ്യാധൻ പറയുകയാണ്, വിഷാദത്തിൽ മനസ്സു വെക്കരുത്. വിഷാദം മുഖ്യമായ വിഷമാണ്. അറിവില്ലാത്ത ജളനെ ക്രുദ്ധനായ സർപ്പം പോലെ വിഷാദം കൊന്നുകളയും. അപ്പോൾ ഒരിക്കലും വിഷാദിച്ചു നിൽക്കരുത്. എന്തെങ്കിലും തെറ്റുപറ്റിയാൽ അതിനൊരു പ്രായശ്ചിത്തമായിട്ട് കൂടുതൽ ശുഭകർമ്മങ്ങൾ ചെയ്യുക. ഇങ്ങനെ ആ ധർമ്മവ്യാധനോട് യാത്ര പറഞ്ഞ് ബ്രാഹ്മണൻ തിരിച്ചുപോയി. ഇങ്ങനെ യുധിഷ്ഠിരനോട് മാർക്കണ്ഡേയ മഹർഷി പറഞ്ഞു, നീ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമെല്ലാം ഇതിലടങ്ങുന്നു. പതിവ്രതയുടെയും ബ്രാഹ്മണന്റെയും മാഹാത്മ്യം, ഒപ്പം പിതൃശുശ്രൂഷ, ഇവയൊക്കെ ധർമ്മവ്യാധൻ നമുക്ക് കാണിച്ചു തരുന്നു. മഹാഭാരതം